എന്റെ മകനെ കൈവെക്കാറായോടി നീ. സത്യഭാമേ, നിങ്ങൾ ബോസേ വേണ്ട. സരളയ്ക്ക് കിട്ടിയത് സരള തന്നെ തിരിച്ചു കൊടുത്തോളാം. കൈവിടേ. വിടാം. ആന്റി ആദ്യം ഒന്ന് അടങ്ങ്. ആരാടി നിന്റെ ആന്റി? മര്യാദയ്ക്ക് കൈവിട്ടോ. ഒന്ന് അടങ്ങ് ആന്റി. ഒരു ക്ഷമ 100 ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന. ഭാമേ, നിന്റെ മരുമോളോട് എന്റെ കൈവിടാൻ പറ. ശാലിനി, ഇത് ഞാനും സരളയും തമ്മിലുള്ള വിഷയം. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ തീർത്തോളാം. എന്റെ അമ്മയുടെ കൈ തടഞ്ഞിട്ടില്ല ഇതുവരെ ആരും. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞോണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഭാമേ, നിന്റെ മകൻ എന്റെ കയ്യിൽ സാമ്പാർ ഒഴിച്ചു. നീ എന്റെ കരണത്തടിച്ചു. മരുമകൾ എന്റെ കൈ തടഞ്ഞു. എന്തു പറയാനുണ്ട് നിനക്ക്? ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാം നിനക്ക്. അപ്പോ നീ എന്റെ മകനെ അടിച്ചതോ സരളെ? അവൻ എന്നോട് ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ നീ? അത് മനഃപൂർവ്വമല്ലല്ലോ, ഒരബദ്ധമല്ലേ? അതിനടിക്കാ വേണ്ടത്. അതാ സരളയുടെ നീതി. നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നോ? സാമ്പാർ നിന്റെ കയ്യിലല്ല, തലവഴി കമ്മത്ത് ഞാൻ. എങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിക്കോ സത്യഭാമ. നീ സരളയോടാ അംഗം കുറിച്ചിരിക്കുന്നത്. സരളയോട്. ഒരു താഴും താക്കോലും ഇന്ന് തന്നെ വാങ്ങിച്ചു വച്ചോ നീ. സരളയുടെ കവിളത്ത് ദക്ഷിണ വെച്ച് തുടങ്ങിയ കച്ചവടം പൂട്ടിക്കാൻ. ഇതുവരെയുള്ളതെല്ലാം ക്ഷമിക്കുകയും വിട്ടുകളയുകയും ചെയ്തതാ ഞാൻ. എന്റെ മകളെ ജയിലിൽ കയറ്റിയതും നരയിപ്പിച്ചതും അടക്കം. ഇനി അതില്ല ഭാമേ. കളിയൊക്കെ ഇവിടെ വെച്ച് നിർത്താം. ഇനിയുള്ളത് യുദ്ധമാ, യുദ്ധം. വാടി. അമ്മേ, വരാനുള്ളത് എന്തായാലും സത്യവാമ നേരിട്ടോളാം വിഷ്ണു. നിന്നെ തൊട്ടാൻ ഞാൻ ക്ഷമിക്കില്ല. അത് ഏത് ഇന്ദ്രനായാലും ചന്ദ്രനായാലും.
പറഞ്ഞതൊന്നും കേട്ടില്ലാന്നുണ്ടോ? സ്വാമികൾ ധ്യാനത്തിലിരിക്കുമ്പോ ചുറ്റുമുള്ളതൊന്നും കാണുകയും കേൾക്കുകയോ ചെയ്യില്ലെന്ന് അമ്പലവാസികൾ പറഞ്ഞു കേട്ടു. ധ്യാനത്തിൽ നിന്നുണരുമ്പോ സങ്കടം പറയുന്നവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ടെന്നും അത് ഫലപ്രാപ്തിയിൽ എത്താറുണ്ടെന്നും ഒപ്പം കേട്ടു. അന്വേഷിച്ച് കണ്ടെത്താൻ ഒരുപാട് പണിപ്പെട്ടു. ഫലസിദ്ധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി. എന്തിനെന്ന് ചോദിച്ചാ വെറുതെ. ദൈവം കനിഞ്ഞാലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുവോ ഭക്തര്? അത് മനസ്സിനൊരാശ്വാസമാ. പരിചിതരല്ലാത്തവർക്ക് പോലും പരിഹാര നിർദ്ദേശങ്ങൾ പറയുന്ന സ്വാമികൾ എന്നെ തുണയ്ക്കൂന്ന് കരുതിയിട്ടുമല്ല. കുറേയേറെ കാലം പിന്നിട്ട് വന്നാൽ ഗോപാലകൃഷ്ണനും സ്വാമികളാകാം. കർമ്മബന്ധങ്ങൾ പിന്നിലേക്ക് വലിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. എങ്കിലും നാണം കെട്ട് ഞാൻ പിന്നാലെ വന്നു. കാരണം ഒരമ്മയ്ക്ക് കർമ്മബന്ധം വിട്ട് സ്വാമിനിയാകാൻ എളുപ്പമല്ലല്ലോ. പൊക്കൾക്കൊടി ബന്ധങ്ങൾ വേദനിപ്പിക്കും, മടക്കി വിളിക്കും. മടങ്ങിപ്പോകാതിരിക്കാൻ വയ്യ. ധ്യാനമല്ല, സമാധി പോലും ആശ്വാസം കൊടുക്കില്ല. മക്കളെ ചൊല്ലി വേദനിക്കുന്ന ഒരമ്മയ്ക്ക്. ഗോപാലനോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. എനിക്ക് വേണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ. സാറേ, സാറേ. ശാരദേ, പരകായ പ്രവേശത്തിലൂടെ ത്രികാലജ്ഞാനിയാണെന്ന് തെളിയിക്കാനൊന്നുമല്ല ഗോപാലകൃഷ്ണൻ ഇത്രയും ദൂരം വന്നത്. എന്നെക്കൊണ്ട് നിനക്കോ മക്കൾക്കോ ഒരു ദോഷവും ഉണ്ടാവില്ലെന്ന് വാക്ക് തന്നിരുന്നു ഞാൻ. അത് പാലിച്ചെന്ന് മാത്രം. പരിഹാരങ്ങൾ തേടിവരുന്ന അശരണർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ദൈവജ്ഞനായതുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളിൽ നിന്നും ചില പാഠങ്ങൾ പഠിച്ചു. അത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. പൊക്കിൾക്കൊടി ബന്ധങ്ങൾ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, കർമ്മബന്ധങ്ങളും രക്തബന്ധങ്ങളും വേദനിപ്പിക്കും ശാരദേ. ശാരികയല്ലേ ഇപ്പോഴത്തെ പ്രശ്നം? അതിന് ഞാൻ അവളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു അച്ഛന് കർമ്മബന്ധങ്ങൾ അറുത്തുമാറ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സന്യാസിയാവാൻ പറ്റില്ല. അങ്ങനെ സന്യാസം വരിച്ച കാട്ടാളൻ പോലും രചിച്ചത് കുടുംബ ബന്ധങ്ങളുടെ ഇതിഹാസമാണ്. രാമായണം. സീതയെ ഉപേക്ഷിച്ച രാമന് പിന്നീട് അയോധ്യയോ മഹാനഗരികളോ നിധികുംഭങ്ങളോ സമാധാനം നൽകിയില്ല. ശാന്തി നൽകിയത് സരയൂ നദിയിലെ നിത്യനിദ്ര മാത്രം. അങ്ങനെ ക്ഷേത്രങ്ങൾ തോറും അലഞ്ഞുള്ളൊരു യാത്രയിലായിരുന്നു ഞാൻ. ഇടയ്ക്കിവിടെയും എത്തി. ഞാനൊരു തടസ്സമായി അല്ലേ? ഒഴുകുന്ന പുഴയെ തടയാനാവില്ല ശാരദേ. അതൊന്ന് വഴിമാറി ഒഴുകുമെന്ന് മാത്രം. മക്കൾ വഴിതെറ്റിയാൽ നേരെയാക്കേണ്ട ബാധ്യത അമ്മയ്ക്ക് മാത്രമല്ല, അച്ഛനുമുണ്ട്. പക്ഷേ ഈ ഒരു വട്ടം കൂടി മാത്രമേ ഗോപാലകൃഷ്ണൻ ശാരദയുടെയും മക്കളുടെയും ജീവിതത്തിൽ ഇടപെടൂ. വീണ്ടും ഒരു വട്ടം കൂടി അതിനെന്നെ നിർബന്ധിക്കരുത്. ശാരദ പൊയ്ക്കോളൂ. കുടുംബശ്രീക്ക് മേലെ പുതിയൊരു പ്രഭാതമുണ്ടാകും.
സുസ്മിതയെ കൊണ്ടുള്ള ശല്യം ഒരു വിധത്തിൽ ഒതുങ്ങിയല്ലോ എന്ന് കരുതിയിരുന്നതാ. അതിനു പിന്നാലെ ഇപ്പൊ അവളുടെ അമ്മ. ശാലിനിക്കും വിഷ്ണുവിന് ഒരു കാലത്ത് മനസമാധാനം കൊടുക്കില്ല എന്ന് തോന്നുന്നു. സുസ്മിതയുടെ അമ്മയെ സത്യമ്മ എന്തിനോ ഭയക്കുന്നുണ്ടമ്മേ. അതെന്തിനാണെന്ന് കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടനോടൊക്കെ ആർക്കും പിടികിട്ടുന്നില്ല. ശാരദാമേ. ആ സാറേ. ശാരദാമേ. എന്തു പറ്റി കുറുപ്പ് സാറേ? ഒന്നും പറ്റിയതല്ല ശാരദാമേ, പറ്റിയതൊന്നും പറയാനുമില്ല. എന്താ കുറുപ്പ് സാറേ? ശാരദാമ ഇതൊന്ന് വായിച്ചു നോക്കിയേ. അയ്യോ, ഇത് ശാലിനിയല്ലേ? നോക്കടേ, ശാലിനിയുടെ പടം. എന്താടി, അവളെന്തേലും കുഴപ്പമുണ്ടാക്കിയോ? അവളുടെ പടം എന്തിനാ പത്രത്തില്? കുഴപ്പം തന്നെ അമ്മേ, വലിയ കുഴപ്പമാ. ആ കുഞ്ഞേച്ചി കളക്ടർ പരീക്ഷ ജയിച്ചമ്മേ, അത് 2 റാങ്ക്. ഈശ്വരാ, സത്യം? നുണ പറയാനാണെങ്കിൽ എന്തിനാ ശാരദാമേ ഞാനിങ്ങനെ രാവിലെ ഇവിടെ വരെ മെനക്കെട്ട് വരുന്നത്? ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാൻ IAS ഓഫീസറാക്കൂടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. ഇത് സാക്ഷിയാക്കി പറയാം. ആൺമക്കളെ തേടി പോയിക്കോ ഗോപാലട്ടൻ. പക്ഷേ ഒരു പെണ്ണിനെ കൊണ്ട് എന്താവുന്നു, പെൺമക്കളെ കൊണ്ട് എന്താവുന്നു കാണിച്ചു തരും കാലം. ഓളെ വിശ്വസിക്കാനാവുന്നില്ല. സത്യമേ, ദേ നോക്കേ. ഇന്ന് രാവിലെയാ UPSCയുടെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നത്. അതും പുലർച്ചെ. ലാസ്റ്റ് എഡിഷനിലുള്ള പത്രങ്ങൾ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. ശാലിനിയുടെ ഫോട്ടോ അവര് ഹാൾ ടിക്കറ്റിൽ നിന്നോ മറ്റോ ഒപ്പിച്ചതാണെന്നാ തോന്നുന്നത്. അമ്മേ, നമുക്കെന്താ ചെയ്യണ്ടേ? കുറുപ്പ് സാറേ, അവള് ശാലിനി ഇത് അറിഞ്ഞിരിക്കാൻ വഴിയുണ്ടോ? ഒരു സാധ്യതയില്ല ശാരദാമേ. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് എഡിഷൻ പത്രങ്ങളിൽ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. റിസൾട്ട് പുറത്തുവിട്ടത് ഇന്ന് പുലർച്ചെയാ. അപ്പൊ ഒരു കാരണവശാലും ശാലിനി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അമ്മേ, നമുക്കിത് ആദ്യം കുഞ്ഞേച്ചി അറിയിക്കണ്ടേ? വേണം മോളെ. മോളെ. അമ്മേ, മോളെ, ശാരി, അത് നമ്മുടെ അമ്മ ഇങ്ങ് വന്നേ. വാ. മോളെ, വരാനല്ലേ പറഞ്ഞേ? മോളെ. വേണ്ട കുറുപ്പ് സാറേ, എന്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ എന്നോട് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇനി കുറുപ്പ് സാറായിട്ടൊന്നും പറയണ്ട. മോളെ, ഞാൻ സാറ് പോയാട്ടെ. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. മോഡൽ പരീക്ഷ 19 മുതൽ. നമ്മുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ വാർത്ത ആ പത്രത്തിലുണ്ടോ സാറേ? ഓ,
ആ വാർത്ത പത്രത്തിൽ വരുന്നില്ലടോ. അതിനുവേണ്ടി പരസ്യം കൊടുക്കണം. അതിന് നമ്മൾ രഹസ്യമായിട്ടില്ലല്ലോ ഉദ്ഘാടനം നടത്തുന്നത്. ഇയാളെയൊക്കെ ഭാമേ, ശാലിനി, വിഷ്ണു, പ്രീതി, എല്ലാരും ഒന്ന് വന്നേ. സർ ചായ. ചായക്ക് പിന്നെ ആവട്ടെ, നീ ഏതവണ കൊണ്ടുവെക്ക്. എല്ലാരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഹലോ, എന്താ സംഭവം? നമ്മുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന്. എന്താ എന്തോറ്റി? ഒന്നും പറ്റിയില്ലടാ. ഡാ, നീ പത്രം നോക്കടാ. ഡാ, എന്താ വിഷ്ണുട്ടാ? എടുത്തു പിടിച്ചേ. വിഷ്ണുട്ടാ, എന്തായി കാണിക്കുന്നെ? വിഷ്ണുട്ടാ, എന്തായി കാണിക്കുന്നേ? എന്റെ ദൈവമേ, വിഷ്ണുട്ടാ, അയ്യോ ശാലിനി, വിഷ്ണുട്ടാ എന്നെ താഴെ ഇറക്കി. എന്തായി കാണിക്കുന്നേ? ശാലിനി, എടോ ഇനി നാ താഴെ നിൽക്കേണ്ട ആളല്ലടോ. IAS. ഇത് നോക്ക്, കണ്ട വാർത്ത പത്രത്തിലുണ്ടോ, ഫോട്ടോ അടക്കം. അപ്പോ ഹോട്ടൽ ഉദ്ഘാടനത്തിന്റെ വാർത്തയല്ലേ? ഹോട്ടൽ ഉദ്ഘാടനത്തിനൊക്കെ വാർത്ത ആർക്ക് വേണോടോ? ദേ, ശാലിനി നമുക്ക് കിട്ടിയിരിക്കുന്നതേ അഖിലേന്ത്യാ പരീക്ഷയിൽ 2ാം റാങ്കാ. ചെറിയ കാര്യമാണോ അത്? ഹിന്ദിക്കാരായ പഞ്ചാബികളെയും ഗുജറാത്തികളെയൊക്കെ നടത്തി അടിച്ചിട്ടാ 2ാം റാങ്ക്. നിസ്സാര കാര്യമാണോ അത്? എന്താടോ സന്തോഷായില്ലേ തനിക്ക്? വിഷ്ണുട്ടാ, എങ്ങനെയെങ്കിലും കടന്നുകൂടാന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ 2ാം റാങ്ക് ഇതൊന്നും എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. മോൾക്ക് 1ാം റാങ്ക് കിട്ടാത്ത എന്താന്നുള്ള അതിശയം മാത്രമേ എനിക്കുള്ളൂ. അത്രയ്ക്ക് മിടിക്കാൻ എന്റെ മോള്. അതെ, അത് മോളെ, ഇതിപ്പോ IAS കിട്ടിയില്ലേ മോളെ? പിന്നെന്താച്ചാ, 2ാം റാങ്ക് എന്നൊക്കെ പറഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ കിട്ടും. അതെ, ഇത് 2ാം റാങ്കാണ്. ഇനിയിപ്പോ അവർ തന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങും. അല്ല മോളെ, ശാരദാമ്മയോട് പറയണ്ടേ? പറയണോ അച്ഛാ? ശാരദാമ്മ വന്നല്ലോ.